കർത്താവ് വെളിപ്പാട് പുസ്തകത്തില് സഭകൾക്ക് എഴുതിയ ചില ലേഖനങ്ങളില് കർത്താവ് ഇത്ര കാതലായിട്ട് ആശയങ്ങൾ ആ 7 സഭകൾക്ക് കർത്താവ് എഴുതിയ ആ എഴുത്തില് കാതലായ വിഷയങ്ങൾ മാത്രം ഞാൻ എടുത്ത് നമുക്ക് ആ സമയത്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തില് നമ്മൾ നോക്കുമ്പോൾ ദൈവം വളരെ സ്നേഹത്തോടെ നമുക്ക് കർത്താവ് നമ്മളുടെ പല ഇനി വരാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കാണിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ യോഹന്നാൻ അപ്പോസ്തലനോട് പറയുമ്പോൾ നീ കണ്ട കാര്യങ്ങളും ആയിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ നീ കാണിച്ച് നീ എഴുതുന്നു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അതിനകത്ത് ഒരു വലിയ ഭാഗമാണ് ഈ 7 സഭകൾക്ക് വേണ്ടി എഴുതിയ എഴുത്ത്. തനിച്ച് 7 സഭകൾക്ക് 7 വ്യക്തമായി എഴുതി തന്നിരിക്കുന്ന പേര് ദേശമൈനുള്ള 7 സഭകളെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആ 7 സഭകളും ആ യഥാർത്ഥമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭകളാണ്. പിന്നെന്തിനാ അതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ സാമ്പിൾസ് ആയിട്ട് അതിന് 7 സഭകളെക്കാളും കൂടുതൽ സഭകൾ ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് തെരഞ്ഞെടുത്ത ആ 7 സഭകളെ എഴുതുകയും മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സ്വഭാവവിശേഷതയും ആ സഭകൾക്ക് അറിയിക്കുകയും പിന്നെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളില് ഈ എഴുതിയ 7 സഭകൾക്ക് എഴുതിയ അതേ സ്വഭാവ വിശേഷങ്ങൾ പിന്നെ കാലങ്ങളായിട്ട് അത് നടക്കാൻ സാധിക്കുന്ന ആ കാഴ്ച പിക്ചർ നമുക്ക് എഴുതി തന്നിരിക്കും. അപ്പോ അപ്പോഴത്തുള്ള സഭകൾക്കും പ്രാക്ടിക്കലായിട്ട് ഉണ്ടായിരുന്ന സഭകൾക്കും ഇനിയും വരാനുള്ള സഭകൾക്കും ഈ സ്വഭാവമുള്ള സഭ രീതിയിലായിത്തീരാൻ പല കാലഘട്ടങ്ങൾക്കായിട്ട് ഇതിനായിത്തീരാൻ സാധ്യതയുള്ള ഒന്നുള്ള രീതിയിൽ വെളിപ്പെടുത്തി ദൈവം തന്നിരിക്കുന്നത്. ഇനിയൊരു അതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ ആ സ്വഭാവം നമ്മൾക്ക് തനിച്ച് നമുക്ക് ഓരോരുത്തർക്കും കൂടെ ഈ സന്ദേശം കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ സന്ദേശം എങ്ങനെ നമ്മളത് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തി കൊടുത്തെടുത്ത് നമ്മൾ ജീവിക്കാൻ സാധിക്കുന്നുള്ള ഒരു വിശേഷത കൂടെ അതിനകത്തുണ്ട്. പിന്നെ മാത്രമല്ല എല്ലാ കാലഘട്ടത്തും ഈ എഴുതിയിരിക്കുന്ന ഈ സഭകളുടെ ഈ സന്ദേശം എല്ലാവർക്കും ബാധകമുള്ള ഒരു 4 ഉദ്ദേശങ്ങളാണ് ഈ എഴുത്തിന്റെ ഉദ്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എത്ര സ്നേഹത്തോട് ദൈവം കർത്താവ് എത്ര ഈ പറയുന്ന വചനം ഈ പറയുന്ന സത്യവും നമ്മൾ വായിച്ച ഈ ദൈവവചനം എത്ര സത്യമാണ്. ഇനിയും കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതൊക്കെയും എഴുതുകയും പിന്നെ മാത്രമല്ല ഇനിയും വരാൻ പോകുന്ന കാലങ്ങളെ കുറിച്ചുള്ള ചിത്രം വ്യക്തമായിട്ട് എഴുതി തന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ ഇവിടെ വായിക്കുമ്പോൾ ഒരു വാക്യമുണ്ട്. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത് അവിടെ കാണുന്നത് ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അപ്പൊ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും പിന്നെന്തോ പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. വേറെ ഒരു കാര്യത്തും ഒരു വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിന്റെ അതിന്റെ പ്രാധാന്യം എത്ര അധികമാണെന്ന് ഓർക്കണേ. ഈ വായിച്ച് കേൾപ്പിക്കുന്നതും കേൾക്കുന്നതും അത് പ്രായോഗികത്തില് അത് പ്രമാണിക്കുന്നവർക്കും അവർ ഭാഗ്യവാന്മാർ. ഇത് വായിക്കുമ്പോൾ ഇത് നമ്മൾ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങള് നമ്മൾ ശ്രദ്ധിച്ച് അത് നമ്മൾ കേൾക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അത് പ്രായോഗിക രീതിയിൽ പ്രമാണിക്കുന്നതും വളരെ അങ്ങനെ ചെയ്യുന്നവരെ അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പൊ ദൈവം ഇത് ഒരു ഉദ്ദേശമില്ലാതെ അല്ല, ഇത് വളരെ പ്രാധാന്യമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നമ്മള് എഴുത്തുകാരൻ നമ്മൾ പല സമയത്ത് നോക്കുമ്പോൾ പല നൂറ്റാണ്ടുകൾ മുമ്പ് ഒരു ലാസ്റ്റ് 2 നൂറ്റാണ്ടുകളിലാണ് ഈ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഇത്രയും വെളിപ്പെടുത്തലും എഴുത്തും വായനയും ചിന്തയും നടക്കുന്നത്. അതിനു മുമ്പ് ഇതൊക്കെയും പലരും അത് വായിക്കാനോ പഠിക്കാനോ ഒന്നും പലരും ശ്രദ്ധിച്ചിട്ടില്ല.
ഈ 2-3 നൂറ്റാണ്ടുകൾ മാത്രമാണ് ഈ വെളിപ്പാട് പുസ്തകം ഇത്ര അധികം ജനങ്ങള്, ദൈവഭക്തന്മാര് വായിക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായി തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് നമുക്ക് ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഇനിയൊരു കാര്യം വ്യക്തമാക്കുന്ന ഓരോ എഴുത്തിലും 7 സഭകളെ കുറിച്ച് എഴുതുമ്പോൾ ഓരോ എഴുത്തിന്റെ അവസാനം ആരാ എഴുതുന്നത്, ആരംഭത്തിൽ പറയുന്നു, അവസാനം പറയുന്നത് ചെവിയുള്ളവൻ, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ഒരു വാക്യത്തോട് ആ വാക്കോട് അത് തീർക്കുന്നത്. അപ്പോ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം കർത്താവ് ഒരു കാര്യം നിർബന്ധിച്ച് ആരെയും പറഞ്ഞേൽപ്പിക്കരുത്. നമ്മൾ കേൾക്കുന്നവരെ ചെവിയുള്ളവരാണ്. 7-ാം വാക്യം 1-7 വാക്യം അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദേശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. ഓരോ എണ്ടിനകത്ത് ഓരോ സഭയുടെ എഴുത്തിന്റെ ആവശ്യത അവസാനം ഇതാ പറയുന്നത്, ചെവിയുള്ളവൻ, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. എനിക്ക് സങ്കടം തോന്നി. പലരും ആ ഇരിക്കുന്ന സ്ഥാനത്ത് പലരും കാണുന്നില്ലല്ലോ, അവർ കേൾക്കാതെ പോകുന്നുണ്ടല്ലോ എന്നെനിക്ക് സങ്കടം തോന്നി. എന്താണ് ദൈവം ഈ റെക്കോർഡ് ചെയ്ത് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ലെങ്കിൽ കേൾക്കട്ടെ. വളരെ ഇമ്പോർട്ടന്റ് ആയ കർത്താവിന് വളരെ ഇമ്പോർട്ടന്റ് ആയ സഭകൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ. ഞാനിവിടെ മുന്നോട്ട് പോകട്ടെ. ആദ്യത്തെ സഭ എന്ന് പറയുന്നത് എഫെസസ് എന്ന് പറയുന്ന സഭയെ തെരഞ്ഞെടുക്കുക. രണ്ടാമത് സ്മിർന, പെർഗമോസ്, പിന്നെ പ്രബോധ സഭ, പിന്നെ തയട്ര എന്നുള്ള സഭയെ, സാർദസ്, ഫിലദൽഫിയ, അത് കഴിഞ്ഞിട്ട് ലവോദിക്ക എന്നുള്ള 7 സഭകളെ തെരഞ്ഞെടുത്ത് കർത്താവ് റെപ്രസെന്റ്. അത് പല 7 കാലഘട്ടങ്ങളിലായിട്ട് വേണേ നമുക്ക് ചിന്തിക്കാം. അതേ സമയത്ത് എല്ലാ കാലങ്ങൾക്കും ഈ സഭയുടെ ഈ ചിത്രം വരെ അതും കാണാൻ സാധിക്കും. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഉള്ളവർക്കും നമുക്കും അത് പേഴ്സണലായിട്ട് ഇതിന്റെ കാതലായ വിഷയങ്ങൾ നമുക്ക് അനുസരിക്കേണ്ട ആവശ്യമുണ്ട്, കേൾക്കേണ്ട ആവശ്യമുണ്ട്. എഫെസ്യ സഭയിലെ കർത്താവ് എഴുതിയിരിക്കുന്ന ദൂതൻ നമ്മളൊന്ന് വായിക്കാം. എഫെസ്യ 1:7. നമുക്ക് സമയം വളരെ കുറവായിട്ട് എളുപ്പം വായിക്കാം. ആരെങ്കിലും 2:1-7 വരെ വായിക്കാമോ? എഫെസസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്തത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എങ്കിലും നിക്കലോവരോട് നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദേശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ചിന്തിച്ചു പോയോ, ഇതിന് 7 സഭ തീർക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കുള്ളൂ. നമ്മൾ ഈ കാതലായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഈ എഫെസസിന്റെ സഭ അവിടെ നോക്കുമ്പോൾ അപ്പോസ്തലിക് പീരീഡിൽ അപ്പോസ്തലന്മാര് ശുശ്രൂഷ കഴിഞ്ഞ് ഉടനെ സംഭവിച്ച ആ കാലഘട്ടമാണ്. 33 AD തൊട്ട് 100 AD വരെ നടക്കുന്ന ആ കാലഘട്ടമായിട്ട് വേണം നമുക്ക് ചിത്രീകരിക്കാം. ആ എഫെസസ് സഭയിലെ പല അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ, അപ്പോളോസ്, പൗലോസ് 3 വർഷം അവിടെ പ്രവർത്തിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അക്യുലാപ്പസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടിക്കിക്കസ് എന്ന് പറഞ്ഞ സൗരൻ ഉണ്ടായിരുന്നു, തിമോത്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനലി യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ അവിടെ കുറച്ച് നാളെ അവസാന സമയങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പല അപ്പോസ്തലന്മാർ പ്രവർത്തിച്ച ഒരു സഭയാണ് എഫെസസ് സഭ. ഇവിടെ പറയുന്നത് ഈ 7 സഭകളില് 2 സഭകളിൽ മാത്രമേ യഥാർത്ഥമായി കുറ്റമെടുത്ത് പറയാത്ത സഭകൾ ഏതാ?
അടുത്തത് സ്മിർന എന്ന സഭയിൽ, ഫിലദൽഫിയ എന്ന് പറഞ്ഞ 2 സഭകളിൽ മാത്രമേ എടുത്ത് കുറ്റം പറയാതെ ബാക്കി എല്ലാത്തിനകത്തും ഏതെങ്കിലും ഒരു കുറവ് കാണിച്ചിട്ടുണ്ട്. അവർ നന്മകളുണ്ടായിരുന്നു, പക്ഷെ അവരുടെ കുറവുകളും കാണിച്ചെടുത്ത് തന്നിട്ടുണ്ട്. ഇവിടെ ഈ 2 സഭകൾ മാത്രം, സ്മിർനയിലും ഫിലദൽഫിയയിലും മാത്രം ഒരു കുറവായി എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എഫെസസിലെ കുറവുണ്ടോ? അവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നു? വളരെയേറെ നന്മ ഉണ്ടായിരുന്നു. ഇന്ന് 2-ാം വാക്യത്തിൽ പോലെ, ഞാൻ എന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളുകാണത്തായ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരെന്ന് ധരിക്കുന്ന തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ട. ആലോചിച്ചവരെ എന്തെല്ലാം നന്മകൾ അവിടെ കണ്ടു. അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അധ്വാനിച്ചു, വളരെ അധ്വാനിച്ചു. സഹിഷ്ണുത ഉണ്ടായിരുന്നു. അവര് തെറ്റായ ഒരു പ്രമാണങ്ങളും ഉപദേശങ്ങളും അവര് ആൾക്കാരും സ്വീകരിച്ചില്ല. അപ്പോസ്തലൻ എന്ന് പറഞ്ഞ ആരെയും പ്രവാചകന്മാരായിട്ടുള്ള വന്നാലും അവരെയും ശോധനം ചെയ്യും. ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരു സഭയെ നമ്മളായിരുന്നു എന്ത് പറയാൻ, ഇതുപോലൊരു സഭ ഇല്ല, ഇതുപോലൊരു സഭയില്ല. അവിടെ മാത്രമല്ല, 6-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ നിക്കോളത്തിയർ എന്ന് പറഞ്ഞ അവരുടെ പ്രവൃത്തിയെ നിങ്ങൾ സഹിക്കുന്നത്. എന്ത് നിക്കോളത്തിയർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ജനങ്ങൾ അത് പറഞ്ഞ അവിടെ അതിന്റെ അർത്ഥം ഈ ആത്മീയ കോളത്തില് സ്ഥാനമാനങ്ങളും അധികാരങ്ങളും എടുത്ത് ജീവിക്കുന്ന ചില കാലഘട്ടങ്ങളിൽ വന്നു. അങ്ങനെ അധികാരം എടുത്ത് ഉപയോഗിക്കുന്നവരെയും കൂടെ അവർ സഹിച്ചില്ല. എല്ലാവരും ഒരുപോലെ ആത്മീയ നിലയില്, ആത്മീയ സഭകളിലെ ദൈവമക്കള് എല്ലാരും ഒരുപോലെ. അവിടെ ഒരു ഉയർന്നവനോ താഴ്ന്നവനോ ഒന്നുമില്ല എന്ന് ആ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ അതും എല്ലാവരും ഒരുപോലെയാണെന്നുള്ള രീതിയിൽ കണക്കിലെടുത്ത് അതേയും കൂടെ സഹിക്കാതെ ഒരു കൂട്ടം ജനമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാ രീതിയിലും പല നന്മകളും നമ്മുടെ എല്ലാ സഭകളെ നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും. എല്ലാ നല്ല പ്രവർത്തനം, നല്ല പ്രവർത്തനം, സഹിഷ്ണുത, വചനം അതുപോലെ അനുസരിക്കുകയും ക്രമീകരിക്കുകയും ഒരു കുറവുകളെ നമ്മൾ സഹിക്കാതെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഭയാകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞേനെ, നമ്മൾ ഫുൾ 100 മാർക്സ് കൊടുത്തേനെ. കർത്താവ് പറഞ്ഞത് നിനക്ക് ഒരു കുറവുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൂടുതൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പറയട്ടെ. അവിടെ ഒരു കുറവില്ല. എന്തോ കുറവ് 4 പറയാം, നീ എന്നിൽ എങ്കിലും നിന്റെ ആദ്യ സ്നേഹം എന്ന ഒരു കുറ്റം, ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു. അപ്പൊ ഈ സഭ ഇത്രയും നന്മ കൊള്ളായിരുന്ന സഭയില് ആദ്യ സ്നേഹമില്ല എന്ന് വിട്ടുപോയെന്ന് അവിടെ കുറ്റം കണ്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ സഭകളായ പല പല പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഉണ്ടായിരിക്കാം. സമൂഹ സ്കൂള്, ബൈബിൾ സ്റ്റഡി, നമുക്ക് കൺവെൻഷൻസ്, ആരാധന ഒക്കെയും എല്ലാ ദിവസവും പ്രാർത്ഥനയും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നവരാണ്. എല്ലാം എന്തിവിടെ സംഭവിച്ചു? ആദ്യകാലങ്ങളില് അവരെ ഈ അപ്പോസ്തലന്മാർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഒരു ചടങ്ങായി മാറിത്തീർന്ന ഒരു കാലഘട്ടമായി. അവരുടെ ചടങ്ങായി അവർ ദൈവത്തിന്റെ സ്നേഹം, കർത്താവിനോട് ആദ്യ സ്നേഹം അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ ആ സമയത്ത് കർത്താവിന്റെ സ്നേഹം നിർബന്ധിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെന്ത് പറ്റി? അവരപ്പന്മാരെല്ലാം പോയി കടന്നു പോയപ്പോലെ പിന്നെന്ത് പറ്റി? ഒരു ചടങ്ങായിട്ട്, മെക്കാനിക്കലായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ആരാധന ഉണ്ട്, ബൈബിൾ സ്റ്റഡി ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, കൊടുക്കുന്നതും അതൊരു ചടങ്ങായി പോയി. എല്ലാം കൃത്യമായി ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ എന്തോ ഇല്ലാതെ പോയി? ദൈവത്തിന്റെ സ്നേഹം അതിന്റെ അടിസ്ഥാനമായി ഇല്ലാതെ പോയി. ദൈവ സ്നേഹം, കർത്താവ് ആദ്യ സ്നേഹമാണ് നമ്മളിൽ എങ്ങനെ അവിടെ കർത്താവ് യെരമ്യാ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ ബെട്രോൾസ്, നിങ്ങളുടെ കല്യാണ നിശ്ചയത്തിൽ ഉണ്ടായിരുന്ന സ്നേഹം അറിയാമോ? അവിടെ വേണ്ട തിരക്കണം. കല്യാണ നിശ്ചയത്തിലുള്ളവർ ഏറ്റവും വലിയ സ്നേഹമായില്ലേ? കല്യാണ നിശ്ചയത്തിലുള്ള എഴുത്തിന്റെ മേലെ എഴുത്തുകളും വിളിയും. പണ്ട് മൊബൈൽ ഇല്ലാത്ത കാലത്ത്, ഇപ്പൊ മൊബൈൽ താഴെ വയ്ക്കാനുള്ള സമയമില്ല. അത്രമാത്രം സ്നേഹമായിരുന്നു. സ്നേഹം
കർത്താവ് അത് തർജ്ജമപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ആദ്യ സ്നേഹം, യെരമ്യാവ് പറയുന്നത് നിങ്ങളുടെ നിശ്ചയത്തിലുണ്ടാകുന്ന നിങ്ങൾ ഇസ്രായേൽ ജനങ്ങളോട് നിങ്ങളുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയെന്ന് ആ യെരമ്യാ പ്രവാചകന്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് നമ്മളോട് പറയുന്നത് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുപോയെന്നുള്ള ഒരു കുറ്റമായി എഫെസ്യർ സഭയിലേക്ക് പറഞ്ഞത്. കർത്താവ് പത്രോസിനോട് സംസാരിക്കുമ്പോൾ കർത്താവ് പത്രോസിനെ ആ ശുശ്രൂഷയിലേക്ക് അയക്കാൻ പോകുന്ന മുമ്പ് എന്തോ കർത്താവ് പറഞ്ഞു പത്രോസിനോട് ചോദിച്ചത്, സീമോന്റെ പുത്രനായ പത്രോസെ എന്ന് കർത്താവ് 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അടുത്ത് ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ, നമ്മൾ കർത്താവിന് വേണ്ടി ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നതൊക്കെ കർത്താവിലെ ഉള്ള സ്നേഹത്തിലാണോ നമ്മളത് ചെയ്യുന്നത്? Or is there any just a feeling of commitment that I should do? Is the love of God, love towards the Lord, that is driving us to do something for the Lord? Or is it just a normal practice of duty that we are doing? നമ്മൾ കർത്താവ് അത് അംഗീകരിക്കുന്നില്ല. കർത്താവിനുള്ള സ്നേഹം should force us to do what we have got here doing. പൗലോസ് തന്നെ പറയുന്നത് 2 കൊരിന്ത്യർ 5:14 പറയുന്നത് the love of Christ constraineth me. ക്രിസ്തുവിനുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കും. അയ്യോ, എനിക്കൊരു കടപ്പാടുണ്ട്, എനിക്ക് ആരാധനയ്ക്ക് പോകണം, എനിക്കൊരു ബൈബിൾ സ്റ്റഡിക്ക് പോകണം, പോയില്ലെങ്കിൽ അത് എനിക്ക് കുറവായി സംഭവിക്കും എന്ന് പറഞ്ഞ ആ ഒരു ചിന്ത അല്ല നമ്മളെ ധരിക്കേണ്ടത്. നമ്മൾ കർത്താവെ അങ്ങയുടെ വചനം, അങ്ങയെ ആരാധിക്കാൻ, അങ്ങയുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അങ്ങേക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നു, അങ്ങേക്ക് വേണ്ടി ഞാൻ ഈ സമയം ചെലവഴിക്കുന്നു എന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നറിയാമോ, നിന്റെ നിലവിളക്ക് മാറ്റിക്കളയും. ഇപ്പോൾ ആ എഫെസസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭ കൂടെ ഇല്ല പ്രിയപ്പെട്ടവരെ. ടർക്കിയിലെ ഭാഗങ്ങളായത് ഇപ്പോൾ അവിടെ ഒരു സഭ കൂടെ, ആ സ്ഥലത്തിന്റെ പേര് കുസദസൈ എന്ന് പറഞ്ഞ കദാസി എന്ന് പറഞ്ഞ സ്ഥലം ടർക്കിയില്. ആ കുസദസൈന്റെ ഫെതസ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പേര് അതാ. ആ ഒരു സ്ഥലത്തിന്റെ ഇപ്പോൾ ഒരു സഭയേ ഇല്ല. എന്തോ പറ്റി? കാരണം ആദ്യ സ്നേഹം. കർത്താവ് പറഞ്ഞ ആത്മാവ് നിങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. നമ്മുടെ കാര്യങ്ങൾ ഒരു സമയത്ത് കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ കാര്യങ്ങൾ തുടങ്ങി വന്നിട്ട് അത് പിന്നെ വേറെ രീതിയിൽ അത് കണങ്ങായി മാറിയിരുന്നാൽ അത് ഒത്തിരി നാൾ പോകത്തില്ല. അതിന്റെ കാഴ്ച പിന്നെ താഴോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കാം, ദൈവത്തിന്റെ രാജ്യത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഓരോരുത്തരും നമ്മൾ ശോധന ചെയ്യാം. സമയം കടന്നുപോയി, എനിക്ക് ഇനിയും സമയം കൂടുതൽ പറയാൻ സമയമില്ല. ഞാൻ ഓടിച്ച് പറയാൻ പറ്റുന്ന സമയത്ത് നിർത്താം. ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആശയമാണ് ഇപ്പൊ പറഞ്ഞത്. സ്മിർന സഭയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്ത് കണ്ടു? അവിടെ പെർസിക്യൂട്ടഡ് ചർച്ച്, വളരെ പ്രയാസങ്ങൾ കൂടെ കടന്നു ചർച്ച. ആ ഒരു വാക്യം 8-11 വാക്യം, 3 വാക്യം, 4 വാക്യം വാക്യം. സ്മിർനയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാധാരണ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. ഞാൻ ചിന്തിക്കും, ഞാൻ ഈ സഭയെ പറഞ്ഞ നിർത്തുവാൻ ദൈവം അനുവദിച്ചാൽ പിന്നെ നമുക്ക് കാണാം. ഈ സഭയുടെ വിശേഷത എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങൾ കൂടെ, കഷ്ടതയെ കൂടെ 100 AD തൊട്ട് 312 AD സമയത്തുള്ള കാലഘട്ടത്തിലായി സംഭവിച്ചത്. നീറോ ചക്രവർത്തി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ പീഡനങ്ങൾ കൂടെ കടന്നുപോയ സഭ. ഈ സഭ എപ്പോ പീഡനങ്ങൾ കൂടെ കടന്നുപോയോ ആ സമയത്ത് അവർ വളരെ വിശ്വസ്തരായിട്ട്
കർത്താവിന് വേണ്ടി നിന്നും പ്രിയപ്പെട്ടവരെ. നമ്മൾ കാലങ്ങളിൽ നോക്കുമ്പോൾ, നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ, ഏതെല്ലാം സമയത്തൊക്കെ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ കർത്താവിനോട് നമ്മൾ അടുക്കുന്നത്. എല്ലാം നന്നായി പോകുമ്പോൾ നമ്മൾ പല സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസവും തകർന്നു പോകും, നമ്മൾ കർത്താവിന്റെ ആശ്രയം തകർന്നു പോകും. ഈ കാലഘട്ടത്തില് യഥാർത്ഥമായിട്ടുള്ള ഒരു ടെസ്റ്റിന്റെ സമയമായി, അവരുടെ വിശ്വാസത്തിന്റെ ഒരു ശോധനയുടെ സമയമായി. പീഡനങ്ങൾ, ജീവിതം തന്നെ ഭീതിയായിരുന്നു. അവര് സീസർ രാജാവെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ തല പോകുന്ന സമയങ്ങളാണ്. അങ്ങനെ പറയാത്തവരോ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, അവർ രക്ഷപ്പെടും. ബട്ട് അങ്ങനെ പറയാത്ത ജനങ്ങളെ അവരെന്ത് ചെയ്തു? പീഡനത്തിൽ കൂടെ കൊല്ലുകയാണ് ചെയ്തത്. ആ ഒരു സമയത്ത് മാത്രമല്ല, അവരുടെ സമ്പത്തും സ്വത്തുകളും കൂടെ എടുത്തു മാറ്റുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ അവര് ദരിദ്രമായും കൂടെ ആയിത്തീർന്നു. അപ്പൊ ആരും അങ്ങനെ ശാരീരികമായിട്ടുള്ള പീഡനം, അവരുടെ സ്വത്തും സുഖങ്ങളും എല്ലാം മാറ്റിക്കളയുന്ന സമയങ്ങളായിരുന്ന സമയത്ത് അവർ കർത്താവിന് വേണ്ടി നിന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ അവസാനം നിങ്ങൾ എന്ന് പറയാം, നിങ്ങളെ അപ്പൊ കർത്താവ് തന്നെത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. ഞാൻ ഉണ്ടായിരുന്നവനും, ഞാൻ ആരവനും അവസാനമുള്ളവൻ, ഞാൻ മരിച്ചവനും, ഞാൻ ഇനിന്റെ എപ്പോഴും ജീവിക്കുന്നവരായിരിക്കുന്ന കർത്താവും തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കർത്താവ്. അവിടെ പറയുന്നത്, നിങ്ങളുടെ ഉപദ്രവവും നിങ്ങളുടെ ദാരിദ്ര്യവും എല്ലാം ഞങ്ങൾ കാണുന്നത്. ബട്ട് നിങ്ങൾ എന്തോ അവിടെ പറയുന്നത്, നിങ്ങൾ കർത്താവിന് ധന്യരാണ്, ഒരു കർത്താവിന് ധന്യരായിരുന്നു. അവരെ ടെസ്റ്റ് ചെയ്തപ്പോൾ, അവരെ പരിശോധിച്ചപ്പോൾ അവരെന്തുമായി തീർന്നു? അവർ ഉറച്ചു നിന്നു, വിശ്വാസം. അപ്പൊ നമ്മൾ പല സമയത്തും പല രീതിയിൽ നമ്മളെ തന്നെ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ കർത്താവ് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന ഉടനെ നമുക്ക് എന്ത് പറ്റുന്നത്? നമുക്ക് കർത്താവിനോട് ചോദിക്കുക. നമ്മൾ കർത്താവിനോട്, കർത്താവിന് വേണമായിരുന്നു, കർത്താവിന് എന്തായിരിക്കും സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാലം നമ്മൾ സുവിശേഷ നിമിത്തം കാലാവസ്ഥ കൊണ്ട് ഇട്ടെന്ന് വെച്ചു, നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മളൊക്കെ നിലവിളിച്ചേനെ, ഇല്ലേ? പക്ഷെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ ദൈവമറിയാൻ ദൈവമക്കൾക്ക് സംഭവിക്കുന്നത്. ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കാര്യപരിപാടികൾ ഏതെങ്കിലും കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വലിയ നന്മ കാണാനാണ് കർത്താവ്. നമ്മൾ ചില സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ കർത്താവ് ചില സമയത്ത് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, സ്മരണ സഭ നിന്നതുപോലെ തന്നെ നമ്മളൊക്കെ നിൽക്കേണ്ടവരായി നമ്മൾ ആ റിയൽ ടെസ്റ്റ് അവിടെയാണ്. യഥാർത്ഥമായിട്ട് നമ്മൾ കർത്താവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ വലിയ ദൈവത്തിന്റെ ഉൾക്കാഴ്ച നമ്മൾ ഈ ദൈവത്തെ കുറിച്ച് വിശ്വാസവും ആ ദർശനവും നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ശോധനയുടെ ഒരു ടെസ്റ്റിന്റെ സമയം ദൈവം നമ്മൾ അനുവദിക്കുമ്പോൾ, ഈ സ്വർണ്ണ സമയം സഭ ജയിച്ചതുപോലെ നമ്മൾ ജയിച്ച് നമ്മൾ കർത്താവിന് ധന്യമായി തീരണം. പ്രിയപ്പെട്ടത്, ചിലപ്പോൾ നമ്മൾ ദാരിദ്ര്യം വന്നെന്ന് വരാം, കഷ്ടത വന്നെന്ന് വരാം. ഇസ്രായേൽ ജനങ്ങൾക്ക് ആ ടെസ്റ്റിൽ കൂടെ വിട്ടപ്പോൾ അവരെന്ത് പറ്റി? അവർ പരാജയപ്പെട്ടു. അവരെ കാണാൻ പാലും തേനും ഉള്ള നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് വലിയ പദ്ധതി ഇട്ടപ്പോൾ ഒരു ചെറിയ ടെസ്റ്റ് കൂടെ അവർ വിട്ടതാണ്. യാത്ര നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, ആ സമയത്ത് കർത്താവ് അവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ പ്രദേശങ്ങളിൽ കൂടെ കടത്തുവിട്ട്. അപ്പോൾ ആ പരീക്ഷയിൽ അവർ എന്ത് സംഭവിച്ചു? അവരുടെ ഫെയിലായി പോയ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവമക്കളുടെ ജീവിതങ്ങളിൽ ദൈവം പരീക്ഷയുടെ സമയങ്ങൾ അനുവദിക്കും. പരീക്ഷയുടെ സമയങ്ങൾ അനുവദിക്കുമ്പോൾ നമ്മളെ ഒന്ന് ഉറപ്പിക്കാനും നമ്മളെ ടെസ്റ്റ് ചെയ്യാനും നമ്മളെ ഒന്ന് ബലപ്പെടുത്താനാണ് കർത്താവ് പരീക്ഷകൾ അനുവദിക്കുന്നത്. കർത്താവിനെ ഈ സ്മരണ സഭയെ അവരെ രക്ഷിക്കാനും കാത്തു സൂക്ഷിക്കാനും ആർക്ക് പറ്റാത്തതുകൊണ്ടാണോ ആ പരീക്ഷയിൽ കൂടെ കടത്തിവിട്ടത്. ചില സമയത്ത് കർത്താവ് അതേ നമുക്ക് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളെ ചില സമയങ്ങളിൽ ഇങ്ങനെ അനുവദിച്ച് നമ്മളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് രൂപമാണ് ഈ സ്മരണ എന്ന് പറയുന്ന അതിന്റെ അർത്ഥം തന്നെ വെറുതാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഫ്രാഗ്രൻസ്, വെറുതെ പറഞ്ഞാൽ ഫ്രാഗ്രൻസ്, മണം കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് വെറുന്ന് പറയുന്നത്. മൂന്ന് പറയുന്ന മലയാളത്തിൽ ആ മൂറിന്റെ മണത്തിന്റെ അനുഭവത്തിലേക്ക് ഇത് വരാൻ സാധിച്ചത് അവർ ആ കാലഘട്ടത്തിൽ ആ പ്രയാസത്തിൽ കൂടെ കടന്നു പോയപ്പോൾ അങ്ങനെ ഒരു അനുഭവമുള്ള ഒരു സഭയായി മാറി. നമ്മുടെ സഭാകാലങ്ങളിൽ കൂടെ
കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ കൂടെ ചില സമയത്ത് ഇതുപോലെ അനുവദിക്കുമ്പോൾ നമ്മൾ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി, നമ്മളെ മെച്ചമാക്കി, നമ്മളെ ഓർമ്മിച്ച് കർത്താവിനെ കർത്താവിനെ ശരിക്കും നമ്മൾ അടിസ്ഥാനമുള്ളവരായിട്ട് വേറൊന്നതായിട്ട് കാറ്റും പോലും വരുമ്പോൾ നമ്മൾ ശരിക്കും വേറെ ഊന്നി നിൽക്കുന്നവരായി തീരണമെന്ന കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതി തന്നിരിക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ ആ ചരിത്രമല്ല നമുക്ക് നമ്മുടെ ധൈര്യത്തിനും നമ്മളത് ചെയ്യാൻ പാടില്ല, നമ്മളങ്ങനെ വീണു പോകരുത് എന്നുള്ള അവർക്ക് ചരിത്രമാണ് എഴുതുന്നത്. 40 വർഷം, ചില ദിവസങ്ങള്, ചില 3 ആഴ്ചകൾ കടന്നു പോകേണ്ട യാത്രയാണ് 40 വർഷം കറങ്ങി കറങ്ങി അവിടെ ആ വനാന്തരത്തിൽ പറ്റുപോയത് അച്ഛനങ്ങോട്ട്. നമുക്കും ഈ നമ്മൾ വിളിച്ചിരിക്കുമ്പോൾ വലിയ ഉദ്ദേശത്തോടെ കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. വലിയ കാര്യങ്ങൾ നമ്മളെ കുറിച്ച്, വലിയ പദ്ധതി കർത്താവ് നമ്മളെ കുറിച്ച് ഉണ്ട്. ഈ പദ്ധതി നിറവേറ്റാൻ നമ്മൾ വിശ്വാസത്തോടെ കർത്താവിനെ മുറുകെ പിടിച്ച് പ്രസംഗവും പ്രതിസന്ധികളും ടെസ്റ്റ് വരുമ്പോൾ നമ്മൾ വീണ് പോകാതെ കർത്താവിലേക്ക് മാത്രം നോക്കണം. എല്ലാ സമയത്തും നന്മ മാത്രം ഒന്ന് നമ്മൾ ഓരോ ഭാഗ്യമായിട്ട് കാണുന്ന നന്മ മാത്രം കാണാനല്ല, കർത്താവ് നന്മ തരുന്ന ഓരോ ബാലസിംഹങ്ങൾ വിഷമം അറിയാം. അപ്പൊ ദൈവഭക്തന്മാർക്ക് ഒരു കുറവ്, ഒരു നന്മയ്ക്കും കുറവ് വയ്ക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിവിടെ അവസാനിപ്പിക്കാം. വീണ്ടും ദൈവം വീണ്ടും ആ കാര്യങ്ങൾ ചിന്തിക്കാം. ഇങ്ങനെ നമ്മൾ ആദ്യ സ്നേഹം വിട്ടു പോകാതെ, ആദ്യ സ്നേഹം നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മൾ കർത്താവിനെ നമുക്ക് എന്ത് കാര്യം ചെയ്താലും നമ്മൾ നിരീക്ഷിക്കുന്നെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം അതാണ് നമ്മുടെ അടിസ്ഥാനമായിട്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെയും അതിന്റെ പുറമേ കാണുന്ന ഒന്നും ദൈവം പ്രസാദിക്കുന്നില്ല. അത് ഇല്ലെങ്കിൽ അതവിടെ കർത്താവ് നിലകളിൽ തന്നെ കർത്താവ് എടുത്തു കളയും. ഈ സ്മരണ സഭയിൽ കടന്നു പോകുമ്പോൾ ഈ സമയത്ത് സ്മരണ ഇപ്പോഴും പ്രസാദിക്കുന്ന സഭമുണ്ട് എന്നൊക്കെ എഴുതുന്നത് ഈ കാലഘട്ടത്തിൽ. അപ്പൊ ആ കാലഘട്ടത്തിൽ അതിൽ കൂടെ കടന്നുപോയ സഭ ഇപ്പോഴും നിലനിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പൊ ആലോചിക്കുന്നവനെ കർത്താവ് ചില പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മൾ നന്മയ്ക്ക് വേണ്ടിയായി ദൈവം ആക്കി തീർക്കും എന്നുള്ള ഒരു സംശയം നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് എത്ര വിശ്വസൻ, എത്ര നല്ലവൻ. ഞങ്ങൾക്ക് ഈ സഭകളിൽ എഴുതി തന്നിരിക്കുന്ന ഈ സന്ദേശം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കേൾപ്പിക്കുന്ന സത്യം ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെ അങ്ങനെയുള്ള സ്നേഹം ഞങ്ങൾ നിർബന്ധിച്ച് ഞങ്ങൾ ഓരോ ജീവിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്ന ഈ വഴിപാട് കർത്താവെ ഞങ്ങൾ തെറ്റിപ്പോകരുത്. ചെറിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവെ ഞങ്ങൾക്ക് ഒരു ആഹ്വാനം തന്നു, ഞങ്ങൾക്ക് ഫ്രീഡം തന്നു, ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള സാവകാശം തന്നു. ഞങ്ങൾ അത് തള്ളിക്കളയാതെ ഇത് ഞങ്ങളുടെ ഒരു കോശനായിട്ട്, എച്ചരിക്കയായിട്ട് കർത്താവെ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെല്ലാം കുറവ് സംഭവിച്ചിട്ടുണ്ടോ, ഏതെല്ലാം സമയത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഞങ്ങൾ പൊരുത്തപ്പെട്ടുണ്ടോ, കർത്താവെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ അതേ സമയത്ത് സന്തോഷിക്കാനും കർത്താവ് അനുവദിക്കുന്നത് എന്നെ ടെസ്റ്റ് ചെയ്യാനാണെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടെ അങ്ങേ മുറിവ് പിടിച്ച് അങ്ങേ മാത്രം നോക്കി ഞങ്ങളുടെ ജീവിതയാത്ര, ക്രിസ്ത്യയാത്ര ഞങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുത്തരമുള്ളതിനു വേണ്ടി സ്തോത്രം. ഞങ്ങൾ കേട്ട ദൈവത്തോടെ അനുഗ്രഹിക്കണമേ. ഇത് പറയുന്നതും കേൾപ്പിക്കുന്നതും കർത്താവ് കേൾക്കുന്നവർക്കും അത് പ്രമാണിക്കുന്നവർക്കും അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അനുഗ്രഹം ലഭിച്ചവരായി ഞങ്ങൾ പോകട്ടെ കർത്താവേ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്തോത്രം മൊത്തം എടുത്ത് തന്നെ യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്ന പിതാവേ.